സൈലോ സെക്കൻഡ് തിയറം ഞാൻ റെക്കോർഡഡ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് അതിന്റെ പ്രൂഫിനകത്ത് 1-2 എക്സസൈസിന്റെ കാര്യം പറയുന്നുണ്ട്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. സെയിം എക്സസൈസ് തന്നെ ഇവിടെയും വേണ്ടി വരും. കാരണം ഇതിന് മറ്റതിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് നമ്മുടെ സൈലോസ് തേർഡ് തിയറം വരുന്നത്. തിയറം 24.5 സൈലോസ് തേർഡ് തിയറം. Let P be a prime and let G be a group of order P raised to K into M, where P does not divide M. Then the number n of silo P subgroups of G is equal to 1 modulo P and divides M. Furthermore, any two silo P subgroups of G are conjugates. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ആപ്ലിക്കേഷൻസ് ഉള്ള തിയറമാണ് സൈലോസ് തേർഡ് തിയറം. അപ്പൊ ഈ തിയറം നമുക്ക് നെറ്റിനൊക്കെ ഉപകാരപ്പെടുന്ന തിയറം കൂടിയാണ്. എത്ര സൈലോ പി സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവും, ഒരു കൗണ്ടിങ് ആണ് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. Let P be a prime and let G be a group of order P raised to K into M where P does not divide M. അപ്പോൾ P എന്ന് പറയുന്ന ഒരു പ്രൈം ആണ്, G എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഡർ P raised to K into M ആണ്. ജിയുടെ ഫോം, ഓർഡറിന്റെ ഫോം എന്ന് പറഞ്ഞാൽ ഒരു P raised to K into M, ആ ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടത്. Where P does not divide M. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. Then the number n of silo P subgroups of G. അപ്പോൾ സൈലോ പി സബ് ഗ്രൂപ്പുകളുടെ എണ്ണം n ആണെന്ന് വിചാരിക്കുക. ആ എണ്ണം ഈസ് ഈക്വൽ ടു 1 മോഡുലോ പി ആയിരിക്കും. അതേപോലെ തന്നെ ആൻഡ് ഡിവൈഡ്സ് m. ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നുമാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്. ഒരു നമ്പർ ഡിവൈഡ്സ് എമ്മും ആണ്, അതേപോലെ തന്നെ ഈക്വൽ ടു 1 മോഡുലോ പി ആണ്. മോഡ് പി എടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനകത്തുനിന്ന് സൈലോ പി സബ് ഗ്രൂപ്പുകളുടെ എണ്ണം കണ്ടെത്താൻ സാധിക്കും. Furthermore, any two silo P subgroups of G are conjugates. രണ്ട് സൈലോ പി സബ് ഗ്രൂപ്പുകൾ കോൺജുഗേറ്റ്സ് ആയിരിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റിലുള്ളത്. Proof: let A be any silo P subgroup of G and let C is equal to set of all K1, K2, etc. Kn with K is equal to K1 be the set of all conjugates of K in G. We first prove that n mod P is equal to 1. അപ്പോൾ നമ്മൾ K എന്ന് പറയുന്ന ഒരു സൈലോ പി സബ് ഗ്രൂപ്പ് എടുക്കുന്നു ജിയുടെ, ആൻഡ് ലെറ്റ് സി എന്ന് പറയുന്ന സെറ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത്, ഇങ്ങനെ തന്നെയാണ് നമ്മൾ അവിടെ സൈലോ സെക്കൻഡ് തിയറത്തിലും ഇതേ രീതിയിൽ തന്നെയായിരുന്നു വന്നത്. K1, K2, etc. Kn ഇത്രയും ബി ദ സെറ്റ് ഓഫ് ഓൾ കെയുടെ എല്ലാ കോൺജുഗേറ്റ്സും എടുക്കുന്നു. കെ എടുത്തു, കെയുടെ കോൺജുഗേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ജി ഇൻറ്റു കെ ഇൻറ്റു ജി ഇൻവേഴ്സ്, ജി കെ ജി ഇൻവേഴ്സ്. ഈ ജി എവിടെ നിന്നുള്ളതാണ്? ക്യാപിറ്റൽ ജി എന്നുള്ള എലമെന്റ് ആണ്. അങ്ങനെ എല്ലാ പോസിബിൾ ആയിട്ടുള്ളതും ജി കെ ജി ഇൻവേഴ്സുകളെല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ? നമ്മുടെ എല്ലാ കോൺജുഗേറ്റ്സും കിട്ടും. അങ്ങനെ കണ്ടുപിടിക്കുന്ന കോൺജുഗേറ്റുകളാണ് ഈ ക്യാപിറ്റൽ സിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് n എണ്ണമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, n എണ്ണമാണ് ഉള്ളത് വിത്ത് കെ ഈസ് ഈക്വൽ ടു K1. അപ്പൊ ആദ്യം പറഞ്ഞ കെ എന്ന് പറയുന്ന ഇതിനകത്തിൽ ആ K1 ആണ്. നമ്മളിപ്പം K2 എന്ന് എഴുതുന്നതിന് അല്ലെങ്കിൽ K1 എന്ന് എഴുതുന്നതിനേക്കാളും നമുക്ക് കറക്റ്റ് എണ്ണം കിട്ടാനും എല്ലാം നല്ലത് K1, K2 അങ്ങനെ Kn വരെ എഴുതുന്നതാണല്ലോ. അതുകൊണ്ട് നമ്മൾ K1 ആണ് K എന്ന് മനസ്സിലാക്കിക്കൊണ്ട് K1, K2, etc. Kn എടുക്കുന്നു. Be the set of all conjugates of K in G ആണ്. We first prove that n mod P is equal to 1. അപ്പൊ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് n mod P is equal to 1 എന്നാണ്. അപ്പൊ n എന്താണ്? ഇവിടെ കെയുടെ കോൺജുഗേറ്റ്സിന്റെ എണ്ണമാണ് n എന്ന് പറയുന്നത്. നമ്മുടെ പ്രൂഫിൽ നമ്മൾ എടുത്തിരിക്കുന്നത് n mod P is equal to 1 എന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നു. ലെറ്റ് SC എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓൺ സി. ഈ സിക്കകത്തിലുള്ള പെർമ്യൂട്ടേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ സിയിൽ നിന്നും സിയിലേക്കുള്ള 1, 1, 1, 2 മാപ്പുകളാണ്. പെർമ്യൂട്ടേഷൻ എഴുതാൻ അറിയാമല്ലോ. ഇപ്പം ഒരു സെറ്റ് ഉണ്ട്, അതിനകത്ത് 1, 2, 3 എത്രയും നമ്പേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത് നിങ്ങൾക്ക് അറിയാം. അതേപോലെ 1, 2, 3യുടെ സ്ഥാനത്ത് ഇവിടെ K1, K2, etc. Kn വന്നിരിക്കുന്നു. സെറ്റുകൾ വന്നിരിക്കുന്നതേ ഉള്ളൂ. SC and T be as in the proof of theorem 24.4. ഇപ്പം നമ്മള് 24.4-നകത്ത് SC എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. SC എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ ആണ്. ഈ സി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ട് ഇതേപോലെ തന്നെ പെർമ്യൂട്ടേഷൻ ആണ് നമ്മൾ അവിടെയും പറഞ്ഞത്. ടി എന്ന് പറയുന്നത് നോക്കട്ടെ, ടി എന്തായിരുന്നു?
ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടി ഓഫ് ജി സിക്കൽ 5G ആയിരുന്നു തോന്നുന്നേ. ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. ടി ഫ്രം ജി ടു ജിയിൽ നിന്നും എസ് സിയിലേക്കാണ് ടി ഡിഫൈൻ ചെയ്യുന്നത്. ടി ഓഫ് ജി സിക്കൽ 5G ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. 5G എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തത്? 5G എന്ന് പറയുന്നത് നമ്മൾ 5G ഓഫ് കെ ഐ ഇസ് ഈക്വൽ ടു ജി കെ ഐ ജി ഇൻവേഴ്സ്, ഇങ്ങനെയാണ് നമ്മൾ 5G ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഇത് എഴുതുമ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നമുക്ക് അപ്പോൾ ആ തിയറത്തിന്റെ പ്രൂഫ് വേണ്ടി വരും. നമ്മുടെ സൈലോ സെക്കൻഡ് തിയറം പ്രൂവ് ചെയ്യേണ്ടി വരും. ഇതിന് മാർക്ക് കൂടുതലുണ്ടെങ്കിൽ അത് മുഴുവനും പ്രൂവ് ചെയ്യേണ്ടി വരും. പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അങ്ങ് പ്രൂഫ് എഴുതിയാൽ മതി. അപ്പൊ അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞ എല്ലാം ഇവിടെ എഴുതി വെക്കണം. മനസ്സിലായോ? ഈ പറഞ്ഞ 5G എഴുതണം, ടി എഴുതണം, അതെല്ലാം എഴുതണം. അപ്പൊ ആ പ്രൂഫ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുന്നതിന് ഇതിന്റെ പാർട്ടായിട്ട് തന്നെ നമുക്ക് എഴുതിയാൽ മതി. എന്നുവെച്ചാൽ മാർക്ക് കുറവാണ്. മാർക്ക് കൂടുതലുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്തിട്ട് ഇത് പ്രൂവ് ചെയ്യണം. അപ്പൊ പിന്നെ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സിന്ധി സെക്കൻഡ് സൈലോ തിയറം എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എസ് സി ടി ഇതെല്ലാം നമ്മൾ സെക്കൻഡ് തിയറത്തിൽ കണ്ട പോലെയാണ്. ദിസ് ടൈം വി കൺസിഡർ ടി ഓഫ് കെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവിടെ നമ്മളൊരു എച്ച് എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തിട്ട് ടി ഓഫ് എച്ച് നമ്മുടെ ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആയിരുന്നു അവിടെ നമ്മളെടുത്തത്. ഇവിടെ നമ്മൾ കെ എന്ന് പറയുന്ന കെ എന്താണ്? നമ്മുടെ സൈലോപ്പി സബ് ഗ്രൂപ്പ് ആണ്. സൈലോപ്പി സബ് ഗ്രൂപ്പിന്റെ ഇമേജ് അണ്ടർ ടി കൺസിഡർ ചെയ്യുന്നു. ദിസ് ടൈം വി കൺസിഡർ ടി ഓഫ് കെ, ദ ഇമേജ് ഓഫ് കെ അണ്ടർ ടി. ആസ് ബിഫോർ, അപ്പൊ ഇതിന്റെ പ്രൂഫ് മുഴുവനും മറ്റേ പ്രൂഫ് പോലെ തന്നെയാണ് വരുന്നത്. ആസ് ബിഫോർ വി ഹാവ് ഓർഡർ ഓഫ്, അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ഓർഡർ ഓഫ് ഓർബിറ്റ് ഓഫ് കെ ഐ ഇൻ ടി ഓഫ് കെ ഈസ് എ പവർ ഓഫ് പി ആയിട്ടായിരിക്കും വരുന്നതെന്ന് അതിന്റെ പ്രൂഫിനകത്തുണ്ട്. ഫോർ ഈച്ച് ഐ. അപ്പൊ അതിവിടെയും അങ്ങനെ തന്നെയാ വരിക. ഓർഡർ ഓഫ് ഓർബിറ്റ് ഓഫ് കെ ഇൻ ടി ഓഫ് കെ പവർ ഓഫ് പി ആയിട്ടാണ് വരുന്നത് ഫോർ ഈച്ച് ഐ. ആൻഡ് ഓർഡർ ഓഫ് ഓർബിറ്റ് ഓഫ് കെ ഐ ഇൻ ടി ഓഫ് കെ ഈസ് ഈക്വൽ ടു 1 ആവുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് കെ ഐ. അപ്പൊ ഇതാണ് ഈ ഭാഗങ്ങളിലാണ് നമുക്ക് അവിടെയും എക്സസൈസിനകത്തൊന്നും പറഞ്ഞുകൊണ്ടേ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അത് പ്രൂവ് ചെയ്തു തരാം. അപ്പൊ ഇവിടെയും അതേപോലെ ഓർഡർ ഓഫ് ഓർബിറ്റ് ഓഫ് കെ ഇൻ ടി ഓഫ് കെ ഈസ് ഈക്വൽ ടു 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് കെ ഐ. ഓക്കെ, അപ്പോ ഓർബിറ്റ് കാർഡിനാലിറ്റി 1 ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് കെ ആയിരിക്കണം. ദസ് ഓർഡർ ഓഫ് ഓർബിറ്റ് ഓഫ് K1 ഇൻ ടി ഓഫ് കെ ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഈ ടി ഓഫ് കെക്കകത്തിലെ ആ കെ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഓർഡർ ഓഫ് ഓർബിറ്റ് ഓഫ് കെ ഇൻ ടി ഓഫ് കെ ഈസ് ഈക്വൽ ടു 1 ഇഫ് ആൻഡ് ഓൺലി കെ സബ് ഗ്രൂപ്പ് ഓഫ് കെ ആവണമെന്നല്ലേ പറഞ്ഞിട്ടുള്ള. കെ ഐ എന്ന് പറയുന്നത് നമ്മുടെ കെ എന്താണ്? കെ എന്ന് പറഞ്ഞാൽ K1 ആണ്. അപ്പൊ K1 സബ് ഗ്രൂപ്പ് ഓഫ് ഏത് തന്നെ വരുള്ളൂ? K1 തന്നെ വരുള്ളൂ. അപ്പൊ കെ ഐ എന്ന് പറയുന്നത് ഐ സിഗർ 1 ആവുമ്പോൾ മാത്രമാണ് കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് K1 ആവുന്നത്. കാരണം കെ സിഗർ K1 ആണ്. അപ്പൊ K1 സബ് ഗ്രൂപ്പ് ഓഫ് K1 അല്ലേ ആവുള്ളൂ. അപ്പോ കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് K1 എന്ന് വരുന്നത് ഐ സിഗർ 1 ആവുമ്പോൾ മാത്രമാണ്. ദസ് ഓർഡർ ഓഫ് ഓർബിറ്റ് ഓഫ് K1 ഇൻ ടി ഓഫ് കെ ഈക്വൽ ടു 1 ആയിരിക്കും. ബാക്കി ഒന്നും 1 ആവത്തില്ല. കാരണം ബാക്കിയുള്ളത് K2 K3 അങ്ങനെയുള്ളതാ. അപ്പൊ അതെല്ലാം കെയുടെ കോൺജുഗേറ്റ്സ് ആണ്. അതൊരിക്കലും കെ അല്ല. അപ്പോ അത് ഈ സബ് ഗ്രൂപ്പ് ആവത്തില്ല. സോ അതൊന്നും സബ് ഗ്രൂപ്പ് ആവാത്തത് കൊണ്ട് അതിന്റെ ഓർബിറ്റിന്റെ കാർഡിനാലിറ്റി 1 അല്ല, പവർ ഓഫ് പി. ഓർബിറ്റിന്റെ എല്ലാം കാർഡിനാലിറ്റി പവർ ഓഫ് പി ആയിരിക്കും നമുക്ക് പറഞ്ഞു. പവർ ഓഫ് പി അല്ലെങ്കിൽ പിന്നെ 1 ആവാനേ പറ്റുള്ളൂ. അപ്പം ഇത് ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് ഐ നോട്ട് ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ കെ സബ് ഗ്രൂപ്പ് ഓഫ് കെ ഐ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് ഓർബിറ്റ് ഓഫ് കെ ആൻഡ് ടി ഓഫ് കെ എന്ന് പറയുന്നത് പവർ ഓഫ് പി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ഫോർ ഓൾ ഐ നോട്ട് ഈക്വൽ ടു 1. സിൻസ് ദ ഓർബിറ്റ്സ് പാർട്ടീഷൻ സി, ഓർബിറ്റുകൾ നമ്മുടെ സീനെ പാർട്ടീഷൻ ചെയ്യും. അതും ആ നേരത്തെ പ്രൂഫിനകത്ത് പറയുന്ന കാര്യമാണ്. ഇറ്റ് ഫോളോസ് ദാറ്റ് മോഡുലോ പി. അപ്പം ഓർബിറ്റ്സ് സീനെ പാർട്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റുകളുടെ കാർഡിനാലിറ്റി കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് സിയുടെ കാർഡിനാലിറ്റി കിട്ടും. അതാണല്ലോ പാർട്ടീഷൻ ചെയ്യാന്ന് പറയുന്നത്. ഒരു സെറ്റിനെ നമുക്കൊരു റിലേഷൻ വെച്ചിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഓരോ പാർട്ടീഷനിലും ഉള്ള ആൾക്കാരുടെ എണ്ണം സം ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം നമുക്ക് കിട്ടും. അപ്പൊ ഓർബിറ്റ്സ് സീനെ പാർട്ടീഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ
സിയുടെ കാർഡിനാലിറ്റിയും ഓരോ ഓർബിറ്റിന്റെ കാർഡിനാലിറ്റിന്റെയും കൂടെ സം എടുക്കുന്നതും സെയിം ആയിരിക്കും. സിൻസ് ഓർബിറ്റ്സ് പാർട്ടീഷൻ സി ഇറ്റ് ഫോളോസ് ദാറ്റ് മോഡുലോ പി. അപ്പോൾ ഈ സി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്, ഓർബിറ്റുകളുടെ സമ്മായിട്ട്, ഇപ്പൊ പറഞ്ഞ ഓർബിറ്റുകളുടെ സമ്മായിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇതിനകത്ത് ഓർബിറ്റ് ഓഫ് K1ന്റെ ഓർബിറ്റ് മാത്രമാണ് 1 വരുന്നത്. ബാക്കി എല്ലാത്തിന്റെയും ഓർബിറ്റിന്റെ കാർഡിനാലിറ്റി ഈസ് എ പവർ ഓഫ് പി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സി, ഓർഡർ ഓഫ് സി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആയിരിക്കും. ഓർഡർ ഓഫ് സി ഈസ് ഈക്വൽ ടു 1 പ്ലസ് പി സ്ക്വയർ എ പ്ലസ് പി ക്യൂബ് എ പ്ലസ് അങ്ങനെ ആയിരിക്കും വരുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മൾ മോഡ് പി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 1 അവിടെ നിൽക്കും അല്ലേ? അപ്പോ സിൻസ് ഓർബിറ്റ്സ് പാർട്ടീഷൻ സി ഫോളോസ് ദാറ്റ് മോഡുലോ പി എടുക്കുമ്പോൾ എന്നിനകത്തിൽ സിക്കകത്തിൽ എത്ര ആൾക്കാരാണുള്ളത്? n ആൾക്കാരാണുള്ളത്. നമ്മൾ K1 K2 etc. Kn ഇത്രയും ആൾക്കാരാണ് സിയിലുള്ളത്. ആ n ഈക്വൽ ടു ഓർഡർ ഓഫ് സി ഈസ് ഈക്വൽ ടു, നമ്മൾ മോഡ് പി ആണ് എടുക്കുന്നത്, റൈറ്റ് സൈഡിൽ എന്ത് വരും? 1 വരും. ബാക്കിയെല്ലാം പിയുടെ ടേംസ് ആയതുകൊണ്ട് അതെല്ലാം 0 ആയി പോകും. നെക്സ്റ്റ് വി ഷോ ദാറ്റ് എവരി സൈലോപി സബ് ഗ്രൂപ്പ് ഓഫ് ജി ബിലോങ്സ് ടു സി. അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാ സൈലോപി സബ് ഗ്രൂപ്പും സിക്കകത്ത് വരുമെന്നാണ് നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, next we show that every Psylopy subgroup of G belongs to C. To do this, suppose that H is a Psylopy subgroup of G that is not in C. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് സൈലോപ്പി സബ് ഗ്രൂപ്പുകളെല്ലാം ഈ സിക്കകത്ത് വരുന്നെന്ന് കാണിക്കും. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട് എച്ച് എന്ന് പറയുന്ന ഒരു സൈലോപ്പി സബ് ഗ്രൂപ്പ് ഓഫ് ജി ഉണ്ട്, അത് സിയിലില്ല എന്ന് വിചാരിച്ചു. സിയിലില്ലാത്ത ഒരു സൈലോപ്പി സബ് ഗ്രൂപ്പ് ഉണ്ടെന്ന് എടുത്തിട്ട് ഒരു കോൺട്രഡിക്ഷൻ ആണ് കൊണ്ടുവരാൻ പോകുന്നത്. എച്ച് എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്, ആ സൈലോപ്പി സബ് ഗ്രൂപ്പ് ആണ്, പക്ഷെ അത് സിയിലില്ല. ലെറ്റ് എസ് സി ആൻഡ് ടി ബി ആസ് ഇൻ ദ പ്രൂഫ് ഓഫ് തിയറം 24.4 ആൻഡ് ദിസ് ടൈം കൺസിഡർ ടി ഓഫ് എച്ച്. അപ്പൊ ടി ഓഫ് എച്ച് ആണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. ആസ് ഇൻ ദി പ്രീവിയസ് പാരഗ്രാഫ്, ഓർഡർ ഓഫ് സി ഈസ് ദ സം ഓഫ് ഓർബിറ്റ്സ് സൈസസ് അണ്ടർ ദി ആക്ഷൻ ഓഫ് എച്ച്, ടി ഓഫ് എച്ച്. അപ്പൊ ഇപ്പോഴും ഓർഡർ ഓഫ് നിന്ന് സം ഓഫ് ഓർബിറ്റ്സ് ആണ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ടി ഓഫ് എച്ച്. ഓർബിറ്റ്സ് ഓഫ് Ki in T of H എന്ന് പറഞ്ഞിട്ട് നമ്മൾ സം ചെയ്ത് എഴുതുന്നത്. However, no orbit has size 1. അപ്പൊ ഇവിടെ ഓർബിറ്റ്സിന്റെ ഒന്നും സൈസ് 1 വരത്തില്ല. കാരണം എന്താ? ഓർബിറ്റിന്റെ സൈസ് 1 വരണമെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഓർബിറ്റ് ഓഫ് Ki in T of K is equal to 1 if and only if K is a subgroup of Ki. ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് ഓർബിറ്റ് ഓഫ് Ki in T of H എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ T of H എവിടെയെങ്കിലും കെ സബ് ഗ്രൂപ്പ് ഓഫ് എച്ച് എന്ന് വരുമോ? ഇല്ല. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് K1 ആണ്. പിന്നെ K1ഉം ഈ K1 എന്ന് പറയുന്നത് സിയിലുള്ള ആളാണ്, എച്ച് എന്ന് പറയുന്നത് സിയിലില്ല. അപ്പൊ ഒരിക്കലും ഈ പറഞ്ഞ കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് കെ ഐ അത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. കാരണം എച്ച് അതിന് അകത്തില്ലാത്ത ആളാണ്. ഓക്കെ, അപ്പൊ ഓർഡർ ഓഫ് സി ഈസ് ദ സം ഓഫ് ദി ഓർബിറ്റ്സ് sizes under the action of T of H. However, no orbit has size 1 since H is not in C. Thus, order of C is sum of terms each divisible by P. അപ്പോൾ ഓർഡർ ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ 1 പ്ലസ് പി പ്ലസ് പി സ്ക്വയർ എന്ന് വന്നു, അങ്ങനെയല്ല ഇപ്പൊ ഇവിടെ കിട്ടുന്നത്. ഇവിടെ എല്ലാം പിയുടെ പവർ ആയിട്ടാണ് വരുന്നത്. 1 ഓർഡർ ഉള്ള ഒരു ഓർബിറ്റ് പോലും ഇല്ല. ഇപ്പം മോഡ് പി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് സി എന്ന് പറയുന്നത് നമുക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം നമ്പർ ഓഫ് കോൺജുഗേറ്റ്സ് ആണ്. നമ്പർ ഓഫ് കോൺജുഗേറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താവത്തില്ല, 0 വരത്തില്ല. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. therefore we get H belongs to C and n is the number of Psylopy subgroups of G. അപ്പൊ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ എല്ലാ സൈലോപ്പി സബ് ഗ്രൂപ്പുകളും എവിടെ വരും? സിക്കകത്ത് വരും. അപ്പൊ എത്ര സൈലോപ്പി സബ് ഗ്രൂപ്പുകൾ ഉണ്ടെന്നുള്ളത് n തന്നെയാണ്. അതെങ്ങനെയാന്ന് മനസ്സിലായോ? ഇപ്പൊ n 0 ആവത്തില്ലെന്ന് ഞാൻ പറയാൻ കാര്യം, നമ്മൾ ഒരു സൈലോപ്പി സബ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ട്, അതിന് വേറെ കോൺജുഗേറ്റ് ഒന്നും ഇല്ലെങ്കിലും അത് തന്നെ അതിന്റെ ഒരു കോൺജുഗേറ്റ്. അപ്പൊ 1 എങ്കിലും അറ്റ്ലീസ്റ്റ് വരും. അപ്പൊ ഒരിക്കലും 0 ആവത്തില്ല. പിന്നെ എച്ച് ബിലോങ്സ് ടു സി നമുക്ക് കിട്ടി. ഇപ്പൊ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയത് കൊണ്ട് എച്ച് ബിലോങ്സ് ടു സി. അപ്പൊ ഏതൊരു സൈലോപ്പി സബ് ഗ്രൂപ്പ് എടുത്താലും അത് സിക്കകത്ത് വരുന്നുണ്ട്. ഇനി സിയിൽ വരുന്ന ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺജുഗേറ്റ്സ് ആണെന്നറിയാം. അപ്പൊ അത്രയും കോൺജുഗേറ്റ്സ് ആയതുകൊണ്ട് കാർഡിനാലിറ്റി സെയിം ആണ്.
കാർഡിനാലിറ്റി സെയിം ആയതുകൊണ്ട് ഒരാൾ സൈലോപ്പി സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ബാക്കി എല്ലാവരും സൈലോപ്പി സബ് ഗ്രൂപ്പ്. അപ്പൊ സിയിൽ വരുന്ന ആളുകൾ എല്ലാം സൈലോപ്പി സബ് ഗ്രൂപ്പ് ആണ്. ഇനി ഏതെങ്കിലും ഒരു സൈലോപ്പി സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് സി വരികയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി സിയിലുള്ളവരാണ് അവിടെ ഉള്ള സൈലോപ്പി സബ് ഗ്രൂപ്പുകൾ. മനസ്സിലായോ? ആൻഡ് n is the number of സൈലോ. അപ്പൊ n എന്ന് പറയുന്നതാണ് സൈലോപ്പി സബ് ഗ്രൂപ്പുകളുടെ എണ്ണം. ഫൈനലി ദാറ്റ് n divides m എന്ന് ഇനി നമുക്ക് കാണിക്കണം. ഫോളോസ് ഡയറക്ട്ലി ഫ്രം ദ ഫാക്ട് ദാറ്റ് n is equal to order of n of k in g. ഇതെന്ന് പറയുന്നത് നമ്മുടെ എക്സസൈസ് 5 നിന്നുള്ളതാണ്. ഫൈനലി ദാറ്റ് n divides m follows directly from the fact that n is equal to നമുക്ക് എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ്സ് ഓഫ് n of k in g ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും എന്ന് നമുക്ക് എക്സസൈസ് 5 അപ്പോൾ n is equal to order of n of k in g എന്ന് കിട്ടും. ആൻഡ് n is relatively prime to p. n does not divides നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ തന്നിരിക്കുന്നത്? നമ്പർ n p does not divide m എന്ന് തന്നിട്ടുണ്ട്. n is relatively prime to p എന്ന് പറയാൻ കാര്യം നമുക്ക് മോഡുലോ p എടുക്കുമ്പോൾ നമുക്ക് 1 എന്നാ കിട്ടുന്നത് n. മനസ്സിലായോ? മോഡുലോ p എടുക്കുമ്പോൾ n എന്ന് പറയുന്നത് നമുക്ക് 1 എന്നാ കിട്ടുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p കൊണ്ട് n നെ ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ലെന്നാ. മനസ്സിലായോ? p കൊണ്ട് n നെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ p n ന്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ നമ്മൾ മോഡ് p എടുക്കുമ്പോൾ n 0 ആയി പോകും. n 0 ആവത്തില്ല, n 1 ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രൂഫിന്റെ ഇടയിൽ തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ n is relatively prime to p ആണ്. അപ്പൊ ഇത് എങ്ങനെ വരുന്നത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. n is equal to order of g by order of n of k എന്ന് എഴുതുന്നത് എക്സസൈസ് 5 എന്നാണ് വരുന്നത്. ഈക്വൽ ടു ഓർഡർ ഓഫ് ചെയ്യുന്ന p raised to k into m ആണ്. ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് n of k is equal to p raised to k into m implies p raised to k into m divided by n. n നെ ഇങ്ങ് താഴെ കൊണ്ടുവന്ന ഈക്വൽ ടു ഓർഡർ ഓഫ് n of k എന്ന് കിട്ടും. ഇതിന്റെ അർത്ഥം n divides p raised to k into m എന്നാണ്. അതേപോലെ തന്നെ ജി സി ഡി എഫ് n, p യും 1 ഉം ആണ്. റിലേറ്റീവ്ലി പ്രൈം എന്ന് ഇപ്പൊ പറഞ്ഞില്ല. അതിന്റെ അർത്ഥം n ആരെ ഡിവൈഡ് ചെയ്യണം? m നെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതായിരുന്നു സൈലോ തേർഡ് തിയറത്തിന്റെ പ്രൂഫ്. റിമാർക്ക്, ഫോർ കൺവീനിയൻസ് വി യൂസ് np ടു ഡിനോട്ട് ദ നമ്പർ ഓഫ് സൈലോപ്പി സബ്ഗ്രൂപ്പ്സ് ഓഫ് എ ഗ്രൂപ്പ്. ഇപ്പൊ np നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഇപ്പൊ സൈലോ 2 സബ് ഗ്രൂപ്പിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ n2 എന്ന് എഴുതും. കൺഫ്യൂഷൻ ആകാതിരിക്കാൻ. ചിലപ്പോൾ ഒരേ പ്രോബ്ലത്തിൽ തന്നെ നമുക്ക് സൈലോ 2ഉം സൈലോ പിയും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ എല്ലായിടത്തും n ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ സൈലോ 2ന് n2 എന്നും സൈലോ 3ക്ക് n3 എന്നും കൊടുക്കും. അടുത്തത് ഫസ്റ്റ് പോർഷൻ ഓഫ് സൈലോസ് തേർഡ് തിയറം ഈസ് എ കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ആസ് ആൻ ഇമ്പോർട്ടന്റ് കോൺസിക്വൻസ് ഓഫ് സൈലോസ് തേർഡ് തിയറം വി ഹാവ് ദി ഫോളോയിങ് കൊറോളറി. അപ്പോ സൈലോസ് തേർഡ് തിയറം കൗണ്ടിങ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ സൈലോസ് തേർഡ് തിയറത്തിനകത്തുനിന്ന് നമുക്ക് മറ്റൊരു കൊറോളറി കിട്ടും. അപ്പൊ ഈ കൊറോളറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്കൊരു അറിവ് പോലെ ആക്കി വെക്കേണ്ട ഒരു കൊറോളറിയാണിത്. എ യുണീക് സൈലോപ്പി സബ് ഗ്രൂപ്പ് ഈസ് നോർമൽ. അപ്പോൾ ഒരു സെറ്റിനകത്തിൽ ആകെ ഒരു സൈലോപ്പി സബ് ഗ്രൂപ്പേ ഉള്ളെങ്കിൽ ആ സൈലോപ്പി സബ് ഗ്രൂപ്പ് നോർമൽ ആയിരിക്കും. മനസ്സിലായോ? സൈലോപ്പി സബ് ഗ്രൂപ്പിന്റെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നതെങ്കിൽ ആ സൈലോപ്പി സബ് ഗ്രൂപ്പ് നോർമൽ ആയിരിക്കും. A Psylopy subgroup of finite group G is a normal subgroup of G if and only if it is the only Psylopy subgroup of G. അതിന്റെ പ്രൂഫ് ഞാൻ എഴുതിയതാണ്, ടെക്സ്റ്റിലുള്ളതല്ല. നോക്കാം. ഫ്രം ദി എബോവ് തിയറം നമുക്ക് എന്ത് കിട്ടുന്നു? എനി 2 Psylopy subgroups are conjugates എന്ന് കിട്ടുന്നു. കാരണം അത് നമ്മൾ പ്രത്യേകിച്ച് പ്രൂവ് ചെയ്തില്ല. കാരണം നമ്മൾ പ്രൂഫിനകത്തിൽ എടുക്കുന്നത് തന്നെ C is equal to set of all k1 k2 etc kn ഇതെല്ലാം കോൺജുഗേറ്റ്സ് ആണെന്ന് പറഞ്ഞ് ആദ്യമേ തന്നെ എടുക്കുന്നത്. എന്നിട്ട് പിന്നെ പറയും ഇവരെല്ലാവരും സൈലോപ്പി സബ് ഗ്രൂപ്പുകളെല്ലാം ഈ സെറ്റിനകത്ത് വരുന്നുണ്ടെന്നും ഇത് കോൺജുഗേറ്റ് ആയതുകൊണ്ട് എല്ലാം സൈലോപ്പി ആണെന്നും ആണ് നമ്മൾ പറയുന്നത്. അപ്പോ സൈലോപ്പി സബ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കോൺജുഗേറ്റ്സ് ആയിരിക്കും. അപ്പോൾ there is only one സൈലോപ്പി സബ് ഗ്രൂപ്പ്, ഒറ്റ ഒരെണ്ണേ ഉള്ളെന്ന് വിചാരിക്കുക, H ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പൊ GH G ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു H എന്ന് നമുക്ക് എഴുതാം. ഫോർ ഓൾ G ബിലോങ്സ് ടു G. ഓക്കെ, ഇംപ്ലൈസ് ഇതിനകത്തുനിന്ന് ഇപ്പൊ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺജുഗേറ്റ് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. GH G ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു H ഫോർ ഓൾ G ബിലോങ്സ് ടു G. ഇംപ്ലൈസ് നമ്മൾ റൈറ്റ് സൈഡിൽ G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ GH ഈസ് ഈക്വൽ ടു HG എന്ന് കിട്ടും. അതുകൊണ്ട് അത് നോർമൽ ആണ്. നോർമൽ ആവാനുള്ള കണ്ടീഷൻ ആണല്ലോ അത്. ഇംപ്ലൈസ് H ഈസ് നോർമൽ. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്.